are you? നമ്മുടെ ശക്തി വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുന്നു. ഇതാണ് എൻ്റെ പുണ്യം, ഇതെന്റെ പാപവും കൂടിയാണ്. എൻ്റെ ജീവിതം ഇതൊരു പ്രശ്നമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ആരാണ്? ഞാനാണ് സ്പൈഡർമാൻ. എന്റെ കയ്യിലുള്ളത് പെന്നാണ്. എന്റെ കയ്യിലുള്ളത് ടൈം പീസ്. സ്പൈഡർമാൻ പറക്കേണ്ട ടൈംസ് ഒക്കെ നോക്കാനാണ്. പറക്കണ സമയത്ത് ലൈറ്റ് കത്തി കാണിച്ചു തരും. നിനക്ക് പറക്കാറായി എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിലത്തിട്ട് പ്ലാസ്റ്റിക്കിന്റെ പേനയാണ്. മൃഗത്തിന്റെ ഒക്കെ സൗണ്ട് വരുന്നത്. ഇത് സ്പൈഡർമാന്റെ ആണ്. ചിലന്തി മനുഷ്യൻ. വണ്ണാച്ചന്റെ സൗണ്ട് ആണോ ചോദിക്കുവാ ഞാൻ. വണ്ണാച്ചൻ അതാരാ? സ്പൈഡർ. ഇത് ചിലന്തിനാണോ നീ പറയുന്നത്? യെസ്. ഞങ്ങള് എട്ടുകാലിന്നൊക്കെ പറയുന്നുണ്ട്. വണ്ണാച്ചനാ? ആ, ഞങ്ങള് വണ്ണാച്ചൻ. അതെന്തച്ചൻ? വണ്ണാച്ച വല കേട്ടിട്ടില്ലേ? വണ്ണാച്ചൻ വലയാ? ഞങ്ങള് ചിലന്തി വല എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണത് എനിക്ക് മനസ്സിലാവില്ലേ. വണ്ണാച്ചൻ ടോപ്പ് ഉണ്ടോ? ടോപ്പ് ഉണ്ട്. ഒപ്പൊന്നും എടുത്ത് നിലത്തിടാമോ? പ്ലാസ്റ്റിക്കിന്റെ ചില്ലറ പൈസ വീഴുന്ന പോലെ ഉണ്ട്. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ചില്ലറ പൈസ ഉണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവല്ലോ. ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു അലാം അടിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് അലാം അടിക്കുന്ന സൗണ്ട്. ഇതെന്തോ ഫാൻ ഓൺ ആക്കിയ പോലെ ഉണ്ടല്ലോ. പറഞ്ഞപ്പോ ഒരുപാട് സൗണ്ട് ഇതിന് പുറത്തേക്ക് വരില്ലേ. കാരണം ഞാൻ ഈ വലയൊക്കെ വിട്ട് ഇങ്ങനെ പറന്നു നടക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതെനിക്ക് വൈബ്രേഷൻസ് തരും. അങ്ങനെയാണ് ഞാൻ സമയം തിരിച്ചറിയുന്നത്. ഇത് പല വർഷങ്ങളായിട്ട് ഞാൻ ന്യൂയോർക്ക്, സാൻസ്ലാസ്കോ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കായിരിക്കുമല്ലോ. ആ സമയത്ത് ഇതെനിക്ക് വൈബ്രേഷൻ തന്ന് എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ടൈം അടിയില്ല. സൗണ്ട് അധികം ഉണ്ടാക്കണ ഒരു സാധനമല്ല. സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് സ്പൈഡർമാൻ പോണു. കാറ്റിന്റെ വേഗതയിലൂടെ സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം. ബ്രാൻഡ് ഏതാ? ഇപ്പൊ എനിക്ക് ബ്രാൻഡ് ഇല്ല. ഞാനൊരു സയന്റിസ്റ്റും കൂടിയാണ്. ഞാൻ ഇത് എന്റെ പണിശാലയിൽ ഇരുന്ന് പണിതുണ്ടാക്കിയ എന്റെ ടൈം പീസ്. അപ്പൊ സ്പൈഡർമാൻ എന്ന ബ്രാൻഡ് ഇല്ല. സ്പൈഡർമാനെ ഒരു ബ്രാൻഡ് അല്ലേ? എന്തിനാ വേറൊരു ബ്രാൻഡ്? സ്പൈഡർമാന്റെ കയ്യിലുള്ളത് ടൈം പീസ് അല്ല, ഫാൻ എന്തോ ആണ്. അപ്പൊ നിന്റെ ഇരിക്കുന്നത് പേന തന്നെയാണ്. പ്ലാസ്റ്റിക്കിന്റെ പേനയാണ്. ഇതാണ് ഗൈറോ കൊണ്ട് കണ്ടോ? ഈ ഏരോ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോ വെയിറ്റ് വരും. എത്രയാണ്ട് കിലോ വെയിറ്റ് വരും എന്നാണ് പറയണേ. ഇങ്ങനെ ആക്കുന്നോറിന്റെ ഉള്ളിൽ കളേഴ്സ് മാറും. കണ്ടോ? നമ്മുടെ ഇവിടെ മസിൽസ് സെറ്റ് ആവും. വെയിറ്റില്ലേ? ഇതാണല്ലോ പേന. തെറ്റിദ്ധരിക്കും. ഇത്ര തെറ്റായിരിക്കുള്ള ഇടുമ്പോ ഒരു പേനയുടെ സൗണ്ട് തന്നെ പോലെ കേൾക്കും.